രാവിലെയോ വൈകുന്നേരമോ ശ്രീകൃഷ്ണനെ ഓർത്ത്, ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ ഓർത്ത്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഓർക്കാം, അല്ലെങ്കിൽ വെണ്ണയെടുക്കുന്ന കൃഷ്ണനെ ഓർക്കാം. അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ. വളരെ ചെറിയൊരു മന്ത്ര. ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ. ആ നാമം ഒരു 108 വീതം നിങ്ങൾ ജപിക്കാമെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവ അഭീഷ്ടമാണ് അതിന്റെ ഫലം. ഒരു വരം കിട്ടുന്നതിന് തുല്യമാണ്. ഇതിന് ഒരു വളരെ പ്രത്യേകതകളുണ്ട്, വളരെ ശക്തിയുണ്ട്. പെട്ടെന്ന് അഭീഷ്ടം കിട്ടുന്നതാണ്, പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്നതാണ്, പെട്ടെന്ന് ആഗ്രഹപൂർത്തീകരണം വരുന്നതാണ്. അപ്പൊ ആയതിനാൽ ചോദിക്കും, ഇത് പുരുഷന്മാർക്ക് ജപിക്കാൻ പാടില്ല, എങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ആവാലോ, ആർക്കും ജപിക്കാം, പുരുഷന്മാർക്കും ആവാം, സ്ത്രീകൾക്കും ആവാം. നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, നമ്മളൊരു ആഗ്രഹം മനസ്സ് നിരീച്ച് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, ആ ആഗ്രഹത്തിന് വേണ്ടി ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യമായിട്ട് ഈ മന്ത്രത്തെ കണ്ടുകൊണ്ട്, ഈ നാമത്തെ കണ്ടുകൊണ്ട് ഈ നാമജപം നിങ്ങൾ ചെയ്തുകൊള്ളുക.